അപ്പോൾ ഈ പകൽ നടന്ന് വയ്യാണ്ടായി പൈപ്പ് വെള്ളം കുടിക്കാൻ നോക്കി വടിനൊരു മാങ്ങ പറിക്കാൻ ഞാൻ ശ്രമിച്ചു. വിശപ്പുണ്ട്. ചെറ്റപ്പാലത്ത് അങ്ങോട്ട് തിരിയുമ്പോൾ ഏജ് ചർച്ചുണ്ട്. ചെറ്റപ്പാലം വളവിൽ ഏജ് ചർച്ചുണ്ട് താഴെ. അവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ പോകണം തോൽപ്പട്ടിക്ക്. കുറച്ചങ്ങ് നടന്ന് കയറി ചെല്ലുമ്പോൾ ആ വളവ് അങ്ങ് രണ്ടാമത്തെ വളവ് ചെല്ലുമ്പോൾ ഇതുപോലെ ഭയങ്കര മാവ് നിൽപ്പുണ്ട്. റോട്ടിലേക്ക് മാങ്ങാൻ നിൽക്കുക. റോട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു പാർട്ടി ഒരു മാങ്ങ പറയുന്നത് വിഷമ വയ്യാണ്ടായി. അപ്പോഴത്തേക്ക് 3 മണി കഴിഞ്ഞ സമയം പറഞ്ഞു മാങ്ങ നമുക്ക് പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല, നമുക്ക് ചോദിക്കാൻ പാടില്ല. എന്നിട്ടും എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സംഘർഷങ്ങളും സങ്കടങ്ങളും വേദനകളും പാർശ്വവും ഉള്ള വിഷമമൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോഴായി വണ്ടി കയറി അവിടെ ചെല്ലുന്നത്. വൈകിട്ട് മേലെ ആഹാരം കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു സുവിശേഷ പൗലോസിൻ്റെ എൻ്റെ ഒഫീഷ്യൻ്റെ മുന്നിൽ വീട്ടിൽ സുവിശേഷ ഇതാണ് സുവിശേഷ. നമ്മൾ താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല. ഈ ദൈവം കരുതുന്ന ദൈവമാണ്. അങ്ങനെ എന്നെ കൊണ്ടു നടന്നത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ വിശ്വാസ ജീവിതം ഞാൻ പഠിച്ചു. വിശ്വാസത്താൽ ജീവിക്കാൻ ഞാൻ പഠിച്ചു. കർത്താവ് നടത്തുന്നുള്ള ഉറപ്പെനിക്ക് കിട്ടി. ഇന്ന് എന്ത് പ്രതിസന്ധി നിന്നാലും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നുള്ള ധൈര്യം ഉറപ്പും ലഭിച്ചത് ആ സുവിശേഷ യാത്രയിലാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിനടുത്ത് എൽത്തുരുത്ത് എന്നൊരു സ്ഥലത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിൽ. ഇവിടെ IPCയുടെ ഒരു സഭയുണ്ട്, നല്ലൊരു ആരാധനാ ഹാളുണ്ട്, മറ്റ് പല സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AK പൗലോസ് ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട പാസ്റ്ററുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് നമുക്കെല്ലാവർക്കും വലിയൊരു പ്രയോജനമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, പാസ്റ്ററുടെ ജന്മസ്ഥലം എവിടെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് പാസ്റ്റർ AK പൗലോസ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിനടുത്ത് എൽത്തുരുത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകരായി കുടുംബമായിട്ട് ഇവിടെ പാർത്ത് കഴിഞ്ഞ 2 വർഷമായി കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ ഈ സ്ഥലത്തായിരിക്കുന്നു. ഭാര്യ ജോസി പൗലോസ്, മക്കൾ 3 പേരാണ്. മൂത്തത് മോള് കെസിയ പൗലോസ്. ഇപ്പോൾ ജർമ്മനിയിൽ പഠനത്തോടത്തിൽ ആയിരിക്കുന്നു. മോന് ബോബസ് പൗലോസ് +2 പഠിക്കുന്നു. ഇളയ മോള് പ്രൈസ് പൗലോസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാസ്റ്ററുടെ സ്വദേശം എവിടെയാണ്? ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് സ്വരാജ് എന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഓക്കെ. പാസ്റ്റർ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചത്? റോമൻ കത്തോലിക്ക വിഭാഗ ആ മേഖലയിൽ നിന്നാണ് സത്യവിശ്വാസത്തിലേക്ക്. ഓക്കെ. അപ്പോൾ പാസ്റ്റർ ഈ ഒരു പാരമ്പര്യ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്ന ഒരു വ്യക്തി ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്താണ് അതിൻ്റെ ഒരു കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എൻ്റെ അമ്മ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ജോലി സംബന്ധമായ കാര്യം ഏർപ്പെട്ടിരിക്കുമ്പോൾ താനൊന്ന് വീഴുകയും തൻ്റെ കഴുത്തിന് പരിക്ക് പറ്റുകയും അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ പരവ് നോക്കി, ആ കാലത്ത് നോക്കിയെങ്കിലും സാധിക്കാതെ പിന്നെ ചമ്പക്കരയിൽ കൊണ്ടുപോയി തിരുമ്മി. അതുകൊണ്ടൊന്നും കഴിയാതെ വളരെ, കാരണം ഇനി ഒരിക്കലും ജോലി എടുക്കാൻ പറ്റുകയില്ല, തീരെ കിടപ്പിലായി പോകും എന്ന ഒരു നിലവാരത്തിലെത്തി. അങ്ങനെ വളരെ നിരാശപ്പെട്ട് കഴിയുന്ന ഒരു സമയം. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു സ്വതന്ത്ര കൂട്ടായ്മയുണ്ടായിരുന്നു. സ്വതന്ത്ര ബന്ധകോസ്ത സഭയുണ്ടായിരുന്നു. അവിടെ പ്രവർത്തനത്തിനായി വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യാക്കോസം കുടക്കച്ചിറ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആ കാലത്ത് ഞങ്ങളുടെ കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ കൺവീനർ അല്ലേ? അതെ തന്നെ. അദ്ദേഹം ആ കാലത്ത് അവിടെ വീടിനടുത്തുള്ള ആ സഭയിൽ പ്രവർത്തിക്കുന്ന സമയം
ഞങ്ങളുടെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ രോഗിയായി വീട്ടിൽ കഴിയുന്നു എന്ന് അറിഞ്ഞ് അവിടെ വരികയും ഈ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. സുവിശേഷം പങ്കുവെച്ചു. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് സുവിശേഷ പ്രതിയുമായി വന്ന് സുവിശേഷം പങ്കുവെച്ച് ഈ വിശ്വാസത്തിൻ്റെ വഴികൾ പറഞ്ഞു തന്ന ആളാണ് പാസ്റ്റർ കുര്യാക്കോസ്. പാസ്റ്റർ എത്ര സഹോദരങ്ങളാണ്? ഞാൻ ഒരു മോനാണ്. അച്ഛനും അമ്മയും? അമ്മയുണ്ടായിരുന്നു. അച്ഛന് ഒരു 5 വർഷം മുമ്പ് മരിച്ചു. അമ്മ ഇപ്പോഴുണ്ട്, കട്ടപ്പന സ്വരാജിലെ വീട്ടിൽ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് മാതാവും പാസ്റ്ററും വന്നപ്പോൾ പിതാവ് എതിർക്കുക, അല്ലെങ്കിൽ അവരുടെ പാസ്റ്ററുടെ സ്വന്തക്കാർ അവരിൽ നിന്നൊക്കെ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായില്ലേ? അങ്ങനെ പ്രത്യക്ഷത്തിൽ എതിർപ്പുണ്ടായില്ല. എന്നാ കാരണം വെച്ചാൽ എൻ്റെ അച്ഛനൊരു തികഞ്ഞ മദ്യപാനിയായി നാടിനും വീടിനും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരുപാട് കേസുകളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് കടന്നു പോകുന്നൊരു കാലം. അമ്മ രോഗിയായിരിക്കുന്നു, അച്ഛൻ ഇങ്ങനെ മദ്യപാനിയാണ്. എൻ്റെ അറിവിൽ 4 പേരെ പിച്ചാത്തി കൊണ്ട് അദ്ദേഹം കുത്തിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപദ്രവിക്കുകയല്ല ചെയ്യുക, കുത്തുക ചെയ്യുന്നത്. പിച്ചാത്തി? അതെ, എപ്പോഴും പിച്ചാത്തി എളിയിലുണ്ട്. അതെ, അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ മാനസാന്തരം അല്ലെങ്കിൽ പെന്തക്കോസ്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചുറ്റുപാട് ആളുകൾക്ക് സമാധാനം ഉണ്ടായി. കാരണം മറ്റ് ജീവിത നിലവാരത്തിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷമാണ് ഉണ്ടായത്. എതിർപ്പ് അങ്ങനെ ആ നിലയിലുണ്ടായിട്ടില്ല. അപ്പോൾ ആരും തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല? ഇല്ല. കാരണം എവിടെ പോയാണെങ്കിലും ഈ മനുഷ്യൻ നന്നായി മതി. കാരണം ഈ മദ്യം കഴിച്ചു വന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് പറയുന്ന വർത്തമാനങ്ങളും വാക്കുകളൊക്കെ അന്ന് കൂടുതൽ ഈ നാടൻ ചാരായങ്ങളല്ലേ കൂടുതലും? അതെ അതെ, വാറ്റി കുടി സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുമായിരുന്നു അച്ഛൻ. സ്വന്തമായിട്ട് ചാരായം വാറ്റി കുടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതെ. അങ്ങനെ മദ്യത്തിനൊരു പഞ്ഞവുമില്ല. ഇല്ല. അപ്പോൾ അത്തരത്തിൽ മോശമായ വാക്കുകൾ പറയുന്നതുകൊണ്ട് ചുറ്റുപാടുള്ള ആളുകളെല്ലാം കേസ് കൊടുത്ത് ഒരു മാസ് പെറ്റീഷൻ കൊടുത്ത് എല്ലാ ദിവസവും കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന ഒരു നല്ല നടപ്പ് മനുഷ്യനായി മാറി അദ്ദേഹം. കാരണം അത്രത്തോളം നാട്ടുകാർക്ക് അദ്ദേഹം തലവേദനയായിരുന്നു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ ആളുകൾക്ക് വലിയ ആശ്വാസമായി. കാരണം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കേൾക്കണ്ടല്ലോ, മോശമായ രീതികളൊന്നും ഉണ്ടാകുകയല്ലോ എന്നുള്ളൊരു സമാധാനം നാട്ടുകാർക്കുണ്ടായിരുന്നു. അപ്പം ഒരു മദ്യപാനിയുടെ ഒരു വലിയ മാനസാന്തരമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതെ. പിന്നീട് പാസ്റ്റർ പഠിച്ചതൊക്കെ എവിടെയാണ്? സ്കൂളുകൾ? ഞാൻ പഠിച്ചത് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്വരാജിലാണ്. സ്ഥലത്തിന്റെ പേര്? സ്വരാജ്. സ്കൂള് സ്വരാജിലാണ്. പക്ഷെ അതിന്റെ പേര് അല്ല, ഈ സ്വരാജ് എന്ന് പറയുന്നത് തോപ്രാംകുടി കഴിഞ്ഞ് കയറി പോകുന്ന സ്ഥലമല്ലേ? അല്ല, കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുമ്പോൾ നരിയമ്പാറ, കാഞ്ചിയാർ, കട്ടോടെ കഴിഞ്ഞിട്ട് സ്വരാജ്. അപ്പോ പിന്നീട് പാസ്റ്റർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു പശ്ചാത്തലം എന്താണ്? അത് മെയിനായിട്ട് ഇതാണ്. എൻ്റെ അച്ഛൻ്റെ മാനസാന്തരമാണ് എന്നെ ദൈവത്തിലേക്ക് നയിച്ചത്. അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ സുഖമില്ലായിരിക്കുന്ന സമയത്ത് കുര്യാക്കോസ് പാസ്റ്റർ വീട്ടിൽ വരികയും ഇടയ്ക്കിടയ്ക്ക് വരികയും സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളാറില്ല. നമ്മൾ തന്നെ ഒരാൾ വരുന്നു, വീട്ടിൽ വന്ന് കയറി കാര്യം പറഞ്ഞു പോകുന്നു, കേൾക്കാന്നുള്ളതല്ലാതെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്കിലും അമ്മ ഇങ്ങനെ തീരെ വിലഹീനയായി രോഗിയായി പോയതുകൊണ്ട് ഏത് നിലയിലും മരുന്ന് കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടോ സൗഖ്യം കിട്ടിയാലും സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരുന്ന നമുക്ക് താല്പര്യം തടയുന്നില്ല. പക്ഷേ ഉള്ളുകൊണ്ടൊക്കെ വലിയ ഇഷ്ടമില്ല. എങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ നിലയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹം, കാരണം നമുക്ക് വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വിളിച്ചിട്ട് വരുന്നതല്ല, സ്വമേധ തന്നെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. അദ്ദേഹം ലഘുലത വരുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേറെ ചെലവൊന്നുമില്ല. വന്നു പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു നിലയിൽ ഈ വന്നു പോകുന്ന സമയത്ത് എൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്, ഞാൻ ദൈവഭക്തിക്ക് വരാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്ന ഒരു പാസ്റ്ററുണ്ടോ, പാസ്റ്റർ ജീവൻ കുമാർ, അദ്ദേഹത്തെ എന്റെ വീടിനടുത്തുള്ള നേപ്പാളി, അതായത് ഡാർജിലിംഗ് ജീവൻ കുമാർ, ആ കർത്താവിന്റെ ദാസനെ മറ്റപ്പള്ളി, സ്വരാജിനടുത്തുള്ള സ്ഥലം മറ്റപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു സുവിശേഷ യോഗം വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കുര്യാക്കോസ് പാസ്റ്റർ, കുര്യാക്കോസ് കുടക്കച്ചിറ. അപ്പൊ ആ മീറ്റിങ്ങിലേക്ക് പ്രസംഗിക്കാനായിട്ട് ഈ വായു ഉപദേശി അല്ലെങ്കിൽ ജീവൻ കുമാർ പാസ്റ്ററെ വിളിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ വിശ്വാസിയല്ല,
എനിക്ക് താല്പര്യമൊന്നുമില്ല, എങ്കിലും ഇങ്ങനൊരു സുവിശേഷ മീറ്റിങ്ങിന് വരേണ്ട പാസ്റ്ററെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വണ്ടിക്കൂലി പൈസ എന്നൊരു കത്ത് വിടി തന്ന് എന്നെ വിടുകയാണ്. ഞാൻ ഇവിടെ നിന്ന് സ്വരാജിൽ നിന്ന് വണ്ടി കയറി പശുപ്പാറ ചെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ ഇല്ല. അദ്ദേഹം അവിടെ നിന്ന് വേറെ സ്ഥലത്ത് നരക്കുഴി സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നു അവിടെ ഇല്ല, അവിടെ മുട്ടക്കുന്ന സ്ഥലത്താന്ന് പറഞ്ഞു. ഈ സ്ഥലത്തെല്ലാം നടന്നാ പോകുന്നു ഞാൻ. അപ്പൊ ഞാനൊരു ദൈവഭാഗത്ത് വന്നൊരു വിശ്വാസിയൊന്നുമല്ല. എന്നിട്ടും പശുപ്പാറ മുതൽ മുട്ടക്കുന്ന് വരെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് വൈകുന്നേരം 4 മണിയായപ്പോഴാണ് ഈ ജീവൻകുമാർ പാസ്റ്റർ ഞാൻ നേരിൽ കാണുന്നത്. ഞാൻ ചെന്ന വഴിക്ക് കത്ത് കൊടുത്തപ്പോൾ അത് എഴുതിക്കുന്നു, ഈ കത്ത് വരുന്ന സിബിച്ചൻ എന്ന് പറയുന്ന പൗലോസിന്റെ കൂടെ എത്രയും വേഗം പുറപ്പെടാൻ തയ്യാറാകുക. മറ്റപ്പള്ളി കൺവെൻഷന് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് പാസ്റ്റാണ്, സ്നേഹപൂർവ്വം കുര്യാക്കോസം കൂടക്കച്ചിറ എന്ന് എഴുതിയേക്കുന്ന കത്താണ്. ഇത് വായിച്ചോടനെ പറഞ്ഞു, അയ്യോ സമയത്രയപ്പോൾ എങ്ങനെ പോകും എന്ന് ജീവൻകുമാർ ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഇത് തരാൻ പറഞ്ഞാൽ തന്നിട്ടെന്ന് പറഞ്ഞു. ഉടനെ വാഗമണ്ണിന്റെ അടുത്ത് വരെ ഒരു ജീപ്പ് വന്നു. അവിടുന്ന് ഒരു ജീപ്പ് ടാക്സി വിളിച്ച് മറ്റപ്പള്ളിക്ക് വരികയാണ്. മറ്റപ്പള്ളി വരുമ്പോൾ കൺവെൻഷന്റെ സമയമായി, പാട്ട് തുടങ്ങി, ആൾക്കാർ പാടി മടുത്തു. ഇന്നത്തെ ഭാഷ ഇപ്പൊ ഇന്ന് എനിക്കറിയാം, എനിക്കൊന്നും അറിയത്തില്ല. അവർ പാടിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നു, പാസ്റ്റർ പ്രസംഗിക്കാൻ കയറി. അന്ന് പുള്ളി ഈ സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവത്തെ കണ്ടുമുട്ടിയ സാക്ഷിയൊക്കെ പറഞ്ഞു. അദ്ദേഹം ചില വാക്കുകളൊക്കെ പറഞ്ഞു. സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ആ ദൈവവചന പ്രസംഗം അവിടെ നിന്ന് കേട്ടു ഞാൻ. കാരണം തിരിച്ചു പോകണമെങ്കിൽ ഇവരുടെ കൂടെ പോരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതനായിരുന്നു സുവിശേഷം കേൾക്കാൻ. ആ ദൈവവചനം കേട്ടത് എന്റെ മനസ്സിന് ഒരു മാനസാന്തരത്തിന്, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടതും അറിയേണ്ടതും അനുഗമിക്കേണ്ടതും എന്ന ഒരു ചിന്ത ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു. പിന്നീട് ഒരു സുവിശേഷകനാകണം, അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? അങ്ങനെ ഈ ഇവിടുന്ന് ഇങ്ങനെ വന്നു. പിന്നീട് പാസ് നിരന്തരം വീട്ടിൽ വരും, സുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി വിളിക്കും, പലയിടത്തും കൊണ്ടുപോകും. നമ്മൾ അതിലൊക്കെ സഹകരിക്കും. കാരണം അവിടെ വേറെ അധികം ആളില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊക്കെ സഹകരിക്കുന്നു. അങ്ങനെ ഇരിക്കവേ ദൈവഭാഗത്ത് വന്നു. സ്നാനപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് അടുത്ത് വന്നു. കാരണം നമ്മുടെ കെ എബ്രഹാം പാസ്റ്റർ ടീമായിട്ട് ഏലപ്പാറയിൽ ഒരു 3 ദിവസം സുവിശേഷത്തിന് വന്നു 98. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഈ ഇപ്പോൾ നിത്യ ശ്രമിക്കുന്ന എൽ ജോഷുവ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ പറഞ്ഞനുസരിച്ച് സ്വരാജിലൊരു മീറ്റിംഗ് ക്രമീകരിച്ചു. അപ്പോൾ കെ എബ്രഹാം പാസ്റ്റർ പറഞ്ഞു, ഏലപ്പാറ വരുന്ന മീറ്റിങ്ങിന് വരുന്നതുകൊണ്ട് യാത്രാക്കൂലിയോ മറ്റു കാര്യമൊന്നും വേണ്ട, ടീമങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്താൽ നമുക്കൊരു പ്രോഗ്രാം അവിടെ ചെയ്താക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് സാധ്യത കോസ്മോ മിനിസ്ട്രി കെ എബ്രഹാം പാസ്റ്ററൊക്കെ ഭയങ്കരമായിട്ട് കേരളത്തിൽ അങ്ങ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഉപയോഗിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സൗജന്യമായിട്ടെന്ന് പറഞ്ഞാൽ വേറെ ചിലവൊന്നും മുടക്കാതെ ഒരു സുവിശേഷ യോഗം നമ്മുടെ ദേശത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് വരികയും അന്ന് നോട്ടീസ് അടിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് കട്ടിൽ വിറ്റ് കൺവെൻഷൻ നടത്തിയ ആളാണ് ഈ പാസ്റ്റർ കുര്യാക്കോസ് എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ യോഗം ക്രമീകരിച്ചു. അവരവിടെ നിന്ന് യോഗം നടത്തി 3 ദിവസം. ആ ഞായറാഴ്ച അവിടെ ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ആദ്യമായിട്ട് പെന്തിക്കോസ്ത് ആലയത്തിൽ പോവുക. ഈ സുവിശേഷ യോഗത്തിൽ പോയി സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അത് കേൾക്കാൻ ഉണ്ടായ അവസരമാണ് ആരാധനയ്ക്ക് പോകാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നിരന്തരം ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ കൽപ്പന. ഈ മാതാപിതാക്കളായിട്ട് സാമ്പത്തികപരമായിട്ട് എങ്ങനെയായിരുന്നു? സാധാരണക്കാരാ, അല്ല എന്നാലും അത്യാവശ്യം പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള അന്നന്ന് പണിയുന്നതുകൊണ്ട് ജീവിക്കുന്നു. കൂലിപ്പണിക്കാരാ. അല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ മദ്യം കഴിച്ചും പ്രശ്നമൊക്കെ ഉണ്ടാക്കി എല്ലാം വിറ്റ് കളഞ്ഞ ശേഷം റോഡ് പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. സ്വരാജില് വിളവ് തിരിയുമ്പോൾ റോഡ് പുറമ്പോക്കില് ഒരു 2.5 സെന്റ് സ്ഥലം ഉണ്ട്, പുറമ്പോക്കാണ്. അവിടെ വളർന്നത്. ഇന്നും ആ വീട് തന്നെയാണ്. അമ്മ ആ വീട്ടിലുണ്ട്. അങ്ങനെ പൂർവ്വ സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നീട് പാസ്റ്റർ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭം എങ്ങനെയാണ്? എവിടെയാണ് പാസ്റ്റർ പഠിച്ചത്? ഞാൻ സുവിശേഷ വേലയ്ക്ക് മുന്നോട്ട് വരാൻ കാരണം, ഞാൻ സ്നാനപ്പെട്ട ഉടനെ പാസ്റ്റർ പരസ്യക്കാരനായതുകൊണ്ട് ഞാൻ അന്ന് ചെറിയ ജോലിക്ക് പോകുന്നതാണ്. കട്ടപ്പനയില് ബസ് സ്റ്റാൻഡിനടുത്ത് സുമംഗലി എന്ന് പറയുന്ന ഒരു ഡെക്കറേഷൻ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ശനി ഞായറൊക്കെ കൂടുതൽ വർക്കുള്ളൂ, ഇട ദിവസങ്ങൾ കുറവാണ്. ഈ ഡെക്കറേഷൻ വർക്കാണല്ലോ. അപ്പോൾ ഇട ദിവസങ്ങളിൽ പാസ്റ്റർ വീട്ടിൽ വരും, എന്നെയും കൂട്ടിക്കൊണ്ട് പരസ്യത്തിന് പോകും. ആ ചുറ്റുപാടുകളൊക്കെ പരസ്യം നടക്കുന്ന സ്ഥലത്ത് എന്നെയും കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ സുവിശേഷം അറിയാവുന്നതുപോലെ അന്നത്തെ കാലത്ത് പാസ്റ്റർ കൂടെ സാക്ഷ്യം പറയുകയും ഈ പാട്ടൊക്കെ പാടി ട്രാക്റ്റ് കൊടുത്ത് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പാസ്റ്ററൊപ്പം യാത്ര ചെയ്യുന്നൊരു കാലം. അങ്ങനെ പോകവേ സുവിശേഷം ഒരാളോട് ശരിക്കും പറയണമെങ്കിൽ ദൈവവചനം കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു
ഉത്ബോധ്യം ഉണ്ടായപ്പോൾ പാസ്റ്റർ എന്നെ അതിനുവേണ്ടി നിർബന്ധിച്ച് ഇവിടെ തൃശ്ശൂര് മിസ്പ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഇവിടെ ക്ലാസ് തുടങ്ങിയ ശേഷം ഞാൻ വരുന്നത്. ഇവിടെ വന്നു ദൈവവചനം 3 വർഷം പഠിച്ചു. അത് ഫീസില്ലാതെ, അതായത് ഞാൻ എൻ്റെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കി എന്നെ അത്യധികമായി സഹായിച്ച സ്നേഹിച്ച ഒരു സ്ഥാപനമാണ് മിസ്ബ ബൈബിൾ കോളേജ്. അവിടെ ഞാൻ 3 വർഷം ദൈവവചനം പഠിച്ചു. പിന്നീട് ഈ IPC ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? IPC ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, അല്ല, ഈ ബൈബിൾ കോളേജ് പഠിച്ചതിന് ശേഷം പിന്നീട് ഏത് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട? സ്വതന്ത്ര സഭയിലാണ് സ്ഥാനപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ വന്നത്. അതിനുശേഷം ഹൈസ്കൂളിൽ പഠിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഞങ്ങളുടെ സഭയുടെ ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എറണാകുളത്തുള്ള എബ്രഹാം മാത്യു, രാജൻ സാർ എന്നറിയപ്പെടുന്നു, അദ്ദേഹം ICPന്റെ തൃശ്ശൂരിന്റെ സ്റ്റാഫ് വർക്കറായിരുന്നു. എറണാകുളത്ത് അദ്ദേഹം ICPയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം തന്നെ ഒരു ചെറിയ പ്രവർത്തനം ചർച്ചുള്ള വീട്ടിലെ ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് ഉണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഡീനായിട്ടും അധ്യാപകനായിട്ടും മിസ്ബയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങണമല്ലോ നമ്മൾ. അപ്പോൾ വീട്ടിലേക്ക് പോയ എൻ്റെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവിടെ തുടരാനോ നിൽക്കാനോ പറ്റുകയില്ല. അപ്പോൾ പഠിച്ചിറങ്ങിയാൽ ഉടനെ കർത്താവിന്റെ വേറുള്ള മുഖത്ത് എവിടെയെങ്കിലും നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതിനുവേണ്ടി ഒത്തിരി നാളുകൾ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു, പൗലോസ് ഒരു കാര്യം ചെയ്തു, എൻ്റെ കൂടെ എറണാകുളത്ത് പോലെ എന്നോടൊപ്പം എന്ത് ചെയ്യാം, പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമാക്കാന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ എറണാകുളത്ത് ഏതാണ്ട് 1 വർഷത്തിനടുത്ത് എറണാകുളത്ത് താമസിച്ചു. പാസ്റ്ററുടെ കൂടെ ചർച്ചിന്റെ അസിസ്റ്റന്റായിട്ടും പാലരുവട്ടം മുതൽ മാമംഗലം വരെയുള്ള എല്ലാ വഴികളിലും വീടുകളിൽ കയറി ഇറങ്ങി ട്രാക്ടർ കൊടുക്കുകയായിരുന്നു ജോലി. എന്നോട് കൂടെ ഇപ്പോൾ എറണാകുളം സെൻട്രലുള്ള സോജൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, അദ്ദേഹം വന്ന് പെരുമ്പാവൂർ പഠിക്കുകയാണ്. ഒരു അച്ഛന്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം ഞാനും കൂടെ രാവിലെ, സാറ് ഞാൻ ഗിരിഗുരു വരും എല്ലാ ദിവസവും, രാവിലെ പാലരുവട്ടം ബസ് കയറും, 2-3 സ്റ്റോപ്പിനപ്പുറത്ത് ഇറങ്ങി അവിടുന്ന് ഏതെങ്കിലും ഇടവഴിയിൽ കയറും, ട്രാക്റ്റുകൾ കൊടുക്കും. ഒരു 3 മണി വരെ പ്രവർത്തനങ്ങളാണ്. അവിടുന്ന് നടന്ന് അവിടെ ഇതുണ്ട്, ഈ മിൽമയുടെ ഒരു ക്യാൻറ്റീനുണ്ട്, അവിടെ ചെന്നാൽ അന്ന് 8 രൂപയ്ക്ക് ഊണ് കിട്ടും. അപ്പൊ അവിടെ ചെന്ന് ആഹാരം കഴിച്ച് അവിടെ ഇരുന്ന് വൈകുന്നേരം തിരിച്ച് എറണാകുളത്ത് വരും. ഇങ്ങനെ വരും. അപ്പൊ അതൊരു IPCയുടെ പാസ്സായിരുന്നു. പക്ഷെ ഇൻഡിപെൻഡന്റ് ഇടത്ത് നിൽക്കുന്നത് ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ IPCയിൽ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രവർത്തന 1 വർഷം കഴിഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, പൗലോസെ, നമ്മൾ മുസ്ലിംമാരെ അയക്കുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണ്. 1 വർഷമായല്ലോ, നീ ഓറീസയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകണം. അവിടെ ഒരു 10 വർക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്ററായിട്ട് അവിടെ താമസിക്കുക. നീ വർക്കിനൊന്നും പോകണ്ട, എല്ലാ മാസവും ഈ സ്ഥലം സന്ദർശിക്കുക, ഇവിടെ നയിക്കുന്ന പൈസ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, നിനക്കവിടെ താമസിക്കാൻ സ്ഥലം കിട്ടും, നിനക്കൊരു ചെറിയ സപ്പോർട്ടും കിട്ടും, അവിടെ വർക്ക് ചെയ്യാം. ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒറ്റയ്ക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് വടക്കേന്ത്യക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കോ വിളി ഇതുവരെ ആയിട്ടില്ല, ദൈവം അയക്കുന്ന കാലത്ത് ഞാൻ പോകാം, എന്നെ നിർബന്ധിക്കരുന്നു. അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് കേരളത്തിൽ മിഷണറിമാരെ ആവശ്യമില്ല, നിന്നെ ഇവിടെ കൊണ്ടു നിർത്തിയത് സുവിശേഷ പോലെയുള്ള ഭാഗങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പം നിന്റെ ആവശ്യം, ഞങ്ങൾക്ക് ആവശ്യം ഒറീസയിലാണ്. അപ്പൊ അത് അവിടെ പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തുടരാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരും സഹായിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന് പ്രാർത്ഥിച്ച് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാം, ഒറീസയ്ക്കുള്ള പ്രവർത്തനത്തിന് വേറെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. ഒറീസയ്ക്ക് പോയില്ല. അവിടുന്ന് നേരെ വരുന്നത് മിസ്ബ കോളേജിലേക്കാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോയതാണ്. ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ 28 വരെ 28 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ് മിസ്ബയിലെ. അപ്പോൾ ഈ മിസ്ബ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, പ്രവാചകന്മാരുടെ സ്കൂളാണ്. നല്ല ആത്മീയ അന്തരീക്ഷവും നല്ല ആഹാരവും കിട്ടും, ഫീസില്ല, വയറു നിറച്ച് ആഹാരം കൊണ്ട് നിർബന്ധമാണ്. അപ്പൊ ഒരു വീടിന്റെ അന്തരീക്ഷമാണ് ഈ ബൈബിൾ കോളേജിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. വരുന്ന സമയം ഫെബ്രുവരി മാസമാണ്. അപ്പൊ ഇവിടെ ഉപവാസം നടക്കുക. ഞാൻ നേരെ വന്ന് ഉപവാസ പ്രാർത്ഥന പങ്കുകൊണ്ടു. പൂർണ്ണമായിട്ട് ആ ഉപവാസ പ്രാർത്ഥനയിലിരുന്നു. ആ ദിവസങ്ങളെല്ലാം ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോഴും വഴിയൊന്നും തുറന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചു, വീട്ടിൽ എന്ത് ചെയ്യാം, പോയി ബാക്കിയുള്ള 7 ദിവസം പൂർത്തീകരിക്കാം എന്ന് കരുതി ഞാൻ ഇവിടുന്ന് ഉപവാസം നിർത്താതെ തന്നെ നേരെ വീട്ടിലോട്ട് പോയി. കട്ടപ്പന ചെന്നു, സ്വരാജിൽ ചെന്നു. എന്റെ പാസ്റ്റോട്, കുര്യാക്കോസ് പാസ്റ്റർ എന്റെ പാസ്റ്റോട് പറഞ്ഞു, ഇങ്ങനെയാണുള്ളത്. പാസ്റ്റർ പറഞ്ഞു, വീട്ടിൽ സൗകര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ചർച്ചിൽ മീറ്റിംഗ് വെക്കാം, പകൽ ഉപവാസ പ്രാർത്ഥന, വൈകിട്ട് കൺവെൻഷനുമായി. അങ്ങനെ വീട്ടിൽ വെക്കാൻ ഉപവാസം വെച്ച ചിന്തിച്ചു പോയ ഞാൻ അത് പാസ്റ്റർ നിർബന്ധപ്രകാരം അത് ചർച്ചിൽ വെച്ച് നടത്തി. 7 ദിവസം പകൽ പ്രാർത്ഥനയും
7 ദിവസം രാത്രി യോഗവും. ആ രാത്രി യോഗങ്ങളിൽ പ്രസംഗിക്കാൻ എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച 2 പേരെ, ഒന്ന് A. സിംസൺ, അദ്ദേഹം ചർച്ചകളിലെ പാസ് തൃശ്ശൂരുണ്ട്, മറ്റൊന്ന് ബൈജു M. പോൾ ഓണക്കൂറിലുണ്ട്. ഈ 2 പേരെ ക്ഷണിച്ചു. 3-ാമത്തെ ദിവസം, ലാസ്റ്റ് ദിവസം തീരുന്നെന്ന് ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററും എൻ്റെ പ്രിൻസിപ്പൾ അയക്കുന്ന പാസ്റ്റർ ജോസഫ് ജോർജിനെ ക്ഷണിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം എന്നെ അവിടെ വന്ന് ഈ കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസത്തെ മെസ്സേജ് കഴിഞ്ഞ് ചോദിച്ചു, പൗലോസെ എന്തായി കാര്യങ്ങൾ, ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇതൊന്നും ആയിട്ടില്ല, എറണാകുളത്തെ കാര്യം വിട്ടല്ലോ, ഉപവാസത്തിലാണ്, ഇന്ന് ഉപവാസം തീരുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നും ആയിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ തൃശ്ശൂർക്ക് പോലെ എന്ന് പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാണ്, കൊമ്പഴ ചർച്ചിലെ പാസ്റ്റർക്ക് മാറ്റമുണ്ട്, ആ ചാർജ് ഞാൻ എടുക്കും, നീ അവിടെ താമസിച്ച് ആ ശുശ്രൂഷ ചെയ്തു, നിശ്ചയ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ല അവിടെ നിൽക്കാം, എന്തായാലും എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച്. അത് ഏത് വർഷമായിരുന്നു? 2001. 2002. അപ്പൊ 2002 തൃശ്ശൂർ വന്നതാണ്. 2002 തിരിച്ചു വന്നു. പഠിത്തം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു. 2001 ഗ്രാജുവേഷൻ കഴിഞ്ഞു, എറണാകുളത്ത് പോയി. 2001 അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു. 2002 ഫെബ്രുവരിയിൽ ഉപവാസ പ്രാർത്ഥന ഫെബ്രുവരി കഴിഞ്ഞു. മാർച്ചിൽ 7 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തിരിച്ചു വീണ്ടും തൃശ്ശൂരിലേക്ക് ജോസഫ് ജോർജ് പാസ്റ്റർ കൂടെ, ഇപ്പോൾ രാജീവ് പാസ്റ്റർ അറിയപ്പെടുന്ന കർത്താവിന്റെ ദാസന്റെ കൂടെ രണ്ടാമത് തിരിച്ചു തൃശ്ശൂരിലേക്ക്. അപ്പോൾ പാസ്റ്റർ 2002 തൃശ്ശൂർ വന്നു. അതെ, തൃശ്ശൂർ വന്നിട്ട് ആദ്യം IPC സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് പ്രവർത്തിച്ചത് അല്ലേ? അതെ. ഈ പാസ്റ്ററുടെ മിസ്ബേൽ വന്ന് ഈ കൊമ്പഴ ചർച്ചിന്റെ ചാർജ് പറഞ്ഞല്ലോ, ആ വർഷം ആ പാസ്റ്റർക്ക് സ്ഥലമാറ്റം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മിസ്ബേ താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കവേ ഇപ്പോൾ പോലീസ് മത്തായി എന്നറിയപ്പെടുന്ന പാസ്റ്റർ മാത്യു കെ വർഗീസ് IPC പറമ്പായി സഭയുടെ ശുശ്രൂഷകനായിരിക്കെ അദ്ദേഹം വിദേശത്തേക്ക് ഒരു 6 മാസത്തേക്ക് പോവുക. അപ്പൊ ആ ചാർജ് സെൻട്രൽ പാസ്റ്റർ ഏൽപ്പിക്കുകയാണല്ലോ. സെൻട്രൽ പാസ്റ്റർ എന്നെ IPC പറമ്പായി സഭയിലെ അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ പാസ്റ്റർക്ക് പകരം അവിടെ പ്രാർത്ഥിച്ചാക്കുകയാണ്. അങ്ങനെ ഞാൻ IPC പറമ്പായി സഭയുടെ ശുശ്രൂഷകനായിട്ട് 6 മാസം മത്തായി പാസ്റ്റർ അല്ലെങ്കിൽ മാത്യു കെ വർഗീസ് വിദേശത്ത് പോയ ഒഴിവിൽ ശുശ്രൂഷയ്ക്കായിട്ട് പ്രവേശിച്ചു. അദ്ദേഹം വന്ന ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശുശ്രൂഷ കാലവും കഴിഞ്ഞു മടങ്ങാമെന്ന് കരുതുമ്പോൾ ആ സഭയും കർത്താവിൻ്റെ ദാസനും ഒക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് പിന്നെയും അവിടെ തുടരുകയാണ്. അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പിന്നെ കുറച്ചു കാലം കൂടെ ഞാൻ പറമ്പായിൽ തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ IPC തൃശ്ശൂർ വെസ്റ്റ് സെൻറ്ററിലെ പാസ്റ്റർ ജോസഫ് ജോർജിൻ്റെ കീഴിലുള്ള ഊരകം സഭയിലെ പാസ്റ്റർ മാറുന്നു, അവിടെ ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് ആ സഭയുടെ ആവശ്യപ്രകാരം ഞാൻ അവിടെ ചാർജ് എടുക്കുകയാണ്. അപ്പോൾ ഈ പറമ്പായിൽ താമസിക്കുന്നു, പറമ്പായിലെ ഇടയോഗങ്ങളൊക്കെ നടത്തുന്നു, പറമ്പായി ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഊരകത്ത് ഒഴിവ് വരുന്നു, ഊരകത്തേക്ക് ആ സഭ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യം സെൻട്രൽ പാസ്റ്റർ പറഞ്ഞിരുന്നു, ഓരോ ആഴ്ച ഓരോരുത്തരെ വിടാം, ആ വരുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ പറഞ്ഞു, ആ ആളെ നമുക്ക് അവിടെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബൈസ്കൂളിൽ നിന്ന് പലരും പോവും, പലരും മാറി മാറി പാസ്മാർ പോവും. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ദൈവകൃപയാൽ ദൈവം എന്നെ ഈ നിലയിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് ആ ശുശ്രൂഷയിൽ അവർക്ക് താല്പര്യമായി, അവരെന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഊരകത്ത് സഭയുടെ ചാർജ് കയറുന്നത്. മറ്റ് ഒരു ഇതുമില്ലാതെ നേരെ IPCയുടെ സഭ പാസ്സായിട്ട് കയറി. അതിനുശേഷമാണോ പിന്നീട് ഇവിടെ വരുന്നത്? അതെ, അവിടെ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണ്? ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? എൽത്തുരുത്ത്. ഈ എൽത്തുരുത്തിൽ വരാനുള്ള കാരണം എന്താണ്? ഇത് ഈ സെൻട്രൽപ്പെട്ട സഭയാണ്. IPC ഊരകത്ത് 4 വർഷം ഇരുന്നു. അവിടെ ആദ്യത്തെ വർഷം 2003 വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായിട്ട് ആ ദേശത്ത് ആദ്യമായിട്ട് പാർക്കുന്നത് 2003 വിവാഹം. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പാർക്കുന്നത് ഞാൻ ഊരകം എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് താമസിച്ച്, അവിടെ വില ഉണ്ട് പക്ഷെ അവിടെ താമസിക്കുന്നത് ഞങ്ങളാണ്. അവിടെ 4 വർഷം കഴിഞ്ഞപ്പോൾ പുത്തൂർ എന്ന സ്ഥലത്തേക്ക് മാറി. അവിടെ ഒരു 4 വർഷം അതേപോലെ ചെയ്തു. അവിടെ നിന്ന് സ്ഥലമാറ്റം കിട്ടി. ഇതെല്ലാം ഈ സെന്ററിൽ തന്നെ. നേരെ കോടന്നൂർ എന്ന സ്ഥലത്ത് പോയി, അവിടെ 3 വർഷം സൂക്ഷിച്ചു. തിരിച്ച് അവിടെ നിന്ന് വീണ്ടും പുത്തൂർ എന്ന സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങി വന്നു. അവിടെ 6 വർഷം പിന്നെയും തുടർന്നു. അതിനുശേഷം അവിടുന്ന് ഈ സ്ഥലമാറ്റം കിട്ടി. മുടിക്കോട് IPC സഭയുടെ സൂക്ഷകരായിട്ട് 3 വർഷം കത്രോയിലായിരുന്നു. അവിടെ നിന്നാണ് ഈ 2022 ഈ പറഞ്ഞ. അപ്പോൾ ഇവിടെ വന്നിട്ട് അധികം നാളായില്ല, 2 വർഷമായി ഈ സ്ഥലത്ത് വന്നിട്ട്. ഈ ചർച്ചിന്റെ ചാർജ് വന്നിട്ട് 2 വർഷമായി. ഈ സെൻട്രലിൽ മുഴുവനും ഈ ഒരു സെന്ററിൽ തന്നെ പാസ്റ്റർ ജോസഫ് ജോർജ് പാസ്റ്ററുടെ കൂടെ 22 വർഷമായിട്ട് ഈ സെന്ററിലെ ഈ സഭകൾ ഇങ്ങനെ മാറി മാറി സൂക്ഷിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തും പോയിട്ടില്ല, ഒരു സെന്ററിലേക്കും പോയിട്ടില്ല, ഒരു സ്ഥലത്തും പോയിട്ടില്ല. പാസ്റ്ററുടെ കൂടെ തന്നെ യാത്ര ചെയ്ത് ഈ സെൻട്രലിലെ സഭകളിൽ ഇങ്ങനെ ശുശ്രൂഷിച്ച്
ഇവിടെ വരെ എത്താൻ കർത്താവ് കൃപ ചെയ്തു. ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച്, കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ, പട്ടിണി കിടന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സുവിശേഷ വേലയിൽ അതുണ്ടല്ലോ. സുവിശേഷ വേല അതില്ലാത്ത വേല അല്ല, ഇന്നത്തെ സുവിശേഷ വേലയിലില്ല. എന്നാൽ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ കുര്യാക്കോസ് പാസ്റ്റർ ആണല്ലോ എൻ്റെ വിശ്വാസത്തിൽ ഞങ്ങളെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തുമായിട്ട് കേരളം മുഴുവനും യാത്ര ചെയ്തു. ഒരു പരസ്യയോഗ പ്രവർത്തനം, അതായത് കട്ടപ്പനയിൽ നിന്ന് കാഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു യാത്ര, ബസ്സിലാണെന്ന് യാത്ര. കാഞ്ഞാറ് വരുന്നു, കാഞ്ഞാറ്റിൽ വന്ന് അവിടെ സുവിശേഷമൊക്കെ അറിയിക്കുന്നു. അവിടെ വന്ന വളരെ വിശ്വാസ യാത്രയാണ്. പാസ്റ്ററുടെ ഒരു ചിന്താഗതി അന്നത്തെ കാലത്ത് പൊക്കം എടുക്കാൻ പാടില്ല, രണ്ട് ഡ്രസ്സ് പാടില്ല, അങ്ങനെ ഒത്തിരി എന്താ പറയുക, വിശ്വാസം നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഈ കാഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ വണ്ടിക്കൂലിയെല്ലാം കഴിഞ്ഞു, പൈസ ഒന്നുമില്ല, ഒരു പൈസ പോലും കയ്യിലില്ല. ഒരു ചില്ലറ പൈസ ഏതാണ്ട് അന്ന് 20 പൈസയൊക്കെയുള്ള കാലമാണ്. അങ്ങനെ 7 ദിവസം കണ്ട വാസയിലുള്ളത്, വേറെ ഒന്നുമില്ല, എൻ്റെ ഒന്നുമില്ല. വാസ കൂടെ വന്നാക്കില്ലേ. കാഞ്ഞാറ് വന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ അന്നത്തെ പരസ്യയോഗം എന്ന് പറയുന്നത്, ഈ വന്നിറങ്ങുന്ന സ്ഥലത്ത് നേരത്തെ ഇങ്ങനെ വരും, 45 മിനിറ്റ് ഭാഷ പ്രസംഗിക്കും. പാട്ടും പ്രാർത്ഥനയാണ് 1 മണിക്കൂർ. കുര്യാക്കോസ് പാസ്റ്റർ. ഈ സമയം കൊണ്ട് ഞാൻ ട്രാക്ട് കൊടുക്കും, എൻ്റെ പണി വേറെക്ക് പരിപാടിയൊന്നുമില്ല. അവിടെ വന്നിറങ്ങി. അപ്പോൾ അവിടെ ഒരു മൈക്ക് സെറ്റ് കടക്കാർ ചെല്ലും. എവിടെ ചെന്നാലും ഒരു മൈക്ക് സെറ്റ് കടക്കാരൻ പരിചയപ്പെടും. അവിടെ പറയും, ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ പ്രവർത്തകരാണ്, ഞങ്ങൾക്കൊരു 2 സ്പീക്കറും വേണം, ഇതും സൗകര്യം വേണം, പരസ്യം നടത്താനാണ്. ഇത് കഴിയുമ്പോൾ കാശ് തരാം. നേരത്തെ കാശ് ചോദിക്കും. അന്ന് 150 രൂപ മതി, വലിയ കാശാണ് 150 രൂപ. അപ്പോൾ ഒരു പൈസയും കയ്യിലില്ലാതെ ഒരു മൈക്ക് സെറ്റുകാരൻ്റെ അടുക്ക ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മൈക്ക് സെറ്റ് കൊണ്ടുവച്ചു. ഈ സമയത്ത് അവിടെ ഇടുക്കിയിലെ MLA ആയിരുന്ന സുലൈമാൻ റാവുത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തെ ഈ പാസ്റ്റർക്ക് അറിയാം. കാരണം ഇദ്ദേഹം കുറെ രാഷ്ട്രീയ പ്രവർത്തിച്ചതാണ്. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ പുള്ളി വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിരിക്കുക. അപ്പോൾ അവിടെ ഉമ്മ പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നില്ല, ഞങ്ങൾ ഇറങ്ങി വന്നു. എന്നിട്ട് ഈ കാഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 ഭാഗത്തേക്കും നെടുകയും കുറുകയും ഒക്കെ നടന്ന് പ്രാർത്ഥിച്ച് എവിടെയായാലും 6 മണിക്ക് പരസ്യവും ആരംഭിക്കും. ഏത് സ്ഥലത്ത് ചെന്നാലും 7 മണി വരെയാണ്. ഈ സമയത്ത് പാസ്റ്ററുടെ ആന്റി കട്ടപ്പനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് 1 രൂപ കോയിനിട്ട് വിളിക്കുമ്പോഴാണ് ആ ആന്റി പ്രാർത്ഥന നടത്തുന്നത്. കാരണം അങ്ങനെ സുവിശേഷീകരണം ചെയ്യുന്നൊരു കാലം. ഈ കാഞ്ഞാറ് വന്ന് വിശന്നിട്ട് വയ്യ, ഒന്നും കിട്ടാനുമില്ല. ആ ചായക്കട കയറി പെട്ടി അവിടെ വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു. ഞാൻ കുടിച്ചില്ല, എനിക്ക് ചായ വെള്ളം കിട്ടിയാൽ വെള്ളം. ആ 2 ഗ്ലാസ് വെള്ളം കുര്യാക്കോസ് പാസ്റ്റർ കുടിച്ചു. ഉള്ളി പ്രസംഗം കയറി വന്നു. ഞാൻ ട്രാക്ട് കൊടുത്ത് നടക്കുമ്പോൾ ആ കാഞ്ഞാറ് ജംഗ്ഷനിലുള്ള മുസ്ലിം പള്ളിയിൽ മുസ്ലിം പ്രാർത്ഥന കഴിഞ്ഞ് 7:45 ബാങ്കി വിളി കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങില്ലേ, ആ ഇറങ്ങുന്ന ആൾക്കാർക്കെല്ലാം ട്രാക്ട് കൊടുക്കുക. അപ്പൊ അവര് വിചാരിച്ചു പൈസയ്ക്ക് വിചാരിച്ചു. അവര് 10 പൈസ 20 പൈസയൊക്കെ തന്നു. കുറെ ചില്ലറ പൈസ കിട്ടി. ഈ പൈസ വാങ്ങിച്ച് ഞാൻ പാസ്സെടുക്കാൻ വന്ന് നിൽക്കുക. അപ്പൊ കാശ് വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞ സംബന്ധിച്ചില്ല, ഇവർ കാശ് തരിക. ആ പൈസ ട്രാക്ട് കൊടുക്കും, ഈ പൈസ വാങ്ങിക്കും. ഈ ഭാഷ എണ്ണി നോക്കിയപ്പം ഒരു ചായക്കും 2 ചായക്കും 1 കടിക്കുമുള്ള കാശ് അതിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതും വെച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുക. ഇനിയിപ്പോ മൈക്കുകാരന് കാശ് കൊടുക്കണം, വൈകിട്ട് കിടക്കണം, വൈകിട്ട് ആഹാരം വേണം, എന്ത് വന്നത് എവിടെ വന്നിട്ടില്ല, ഒരു പിടിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ 2 സഹോദരന്മാർ ബൈക്കിൽ വന്നിച്ച് പറയുന്നു, പാസ്റ്റർ മൈക്സറിന്റെ കാശ് ഞങ്ങൾ കൊടുത്തു കേട്ടോ, ആഹാരം കഴിക്കാൻ പറഞ്ഞു. ആ കടക്കെത്തി ആഹാരം വാങ്ങിച്ചു തരിക, വൈകിട്ട് വീട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞു. 2 സഹോദരന്മാരാ. അവര് ചർച്ച കൂടുതൽ വിശ്വാസികളായ 2 സഹോദരന്മാരാ. ഇന്ന് അവർ പാസ്റ്റർമാരാന്ന് ഞാൻ അറിയുന്നു. ഞാൻ അന്നവരെ കണ്ടത് ഇവരെ കണ്ടിട്ടില്ല. അന്ന് വൈകുന്നേരം ആ കാഞ്ഞാറ് ജംഗ്ഷൻ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടത്തേക്ക് ഒരു വഴി മുന്നോട്ട് കയറുന്നുണ്ട്. ആ വഴി അങ്ങോട്ട് മുന്നോട്ട് കയറി ചെന്നാൽ താഴേക്ക് ഒരു കീഴ്പോട്ട് ഇറക്കുക. ആ ഇറക്കം ഇറങ്ങി ചെല്ലുന്ന വീടാ ഒരു മലയുടെ ചെരുവില് ഒരു പ്രായമുള്ള അമ്മച്ചിയും ഈ 2 സഹോദരന്മാരും ഉള്ള. ഈ 2 പേരും വിശ്വാസികളാണ്. അമ്മച്ചി അന്ന് രാത്രി ഞങ്ങൾക്ക് ചായയൊക്കെ വെച്ച് നാളെ കിടന്നു. രാവിലെ ഞങ്ങൾക്ക് അന്ന് ഡ്രസ്സ് കുറവാണ്. രാത്രി കഴുകട്ട ആ ഡ്രസ്സ് രാവിലെ ചിരട്ട കത്തിച്ച് തേപ്പൂട്ടിക്കത്തിട്ട് ഞങ്ങൾക്ക് തേച്ച് തോന്നി. അമ്മച്ചി പ്രായമുള്ള, അന്ന് എനിക്ക് തോന്നുന്നു 70 വയസ്സിനുള്ളിൽ പ്രായം അമ്മച്ചിക്കുണ്ട്. ആ അമ്മച്ചിയാണ് ഞങ്ങളുടെ ഡ്രസ്സ് തേച്ച് തന്നെ. അത് വാങ്ങി വെച്ചതും ഒരു ചെറിയ യാത്രാപ്പടിയും തന്നു. രാവിലെ അവിടുന്ന് വിട്ടു. ആ ഇറങ്ങി വരുന്ന വഴിയിൽ അവിടുന്ന് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. മുട്ടത്ത് വന്ന് വൈകിട്ടത്തെ പരസ്യത്തിന് വേണ്ടി ഗമനം ചെയ്തു. കുറച്ച് കാര്യം നടന്നു. അന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ഈ പാസ്റ്ററുടെ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാളെ കാണാൻ വേണ്ടി അവിടെ പോയി. അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, പേര് ഞാൻ മറന്നു. അവിടെ ചെന്നു, അദ്ദേഹത്തെ കാണാൻ പറ്റാതെ വന്നു. അങ്ങനെ അതിലെ കുറേയൊക്കെ നടന്നു, കുറെ ട്രാക്ടർ കൊടുത്തു. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കഴിക്കാനുള്ള പൈസ കുറച്ചുണ്ട്, പക്ഷെ അപ്പം മൈക്ക് സെറ്റിന് കൊടുക്കാൻ കാശില്ലാത്തത് വരത്തില്ല. ചായ കുടിച്ച് അന്നത്തെ ദിവസം കഴിച്ചു. അപ്പോൾ പാസ്റ്ററുടെ തീരുമാനം
പരസ്യവും കഴിഞ്ഞ ഭക്ഷണം കഴിക്കുള്ളൂ. എനിക്ക് ആ തീരുമാനമൊന്നുമില്ല, എനിക്ക് എപ്പോൾ കിട്ടിയും കഴിക്കാം. പക്ഷേ ഇദ്ദേഹം വാങ്ങിച്ചു തരത്തുമില്ല, പുള്ളി സമ്മതിക്കത്തുമില്ല. കൈ കാശുമുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ദേഷ്യമാണ് കേട്ടോ, സ്നേഹമൊന്നുമില്ല. കാരണം കൈ കാശ് വെച്ച് ഭക്ഷണം നടക്കുന്ന ആവശ്യമുണ്ടെന്നുള്ള ചിന്ത എന്നെ മനസ്സിലായി. പക്ഷെ വാസ തീരുമാനം പരസ്യവും കഴിഞ്ഞിട്ടില്ലാതെ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കാം, ചായ കുടിക്കാം, ആഹാരം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വൈകിട്ടത്തെ പരസ്യവും കഴിക്കണം. ഇതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ രാവിലെ എവിടെ നിന്ന് കിട്ടിയാലും കഴിക്കാൻ പറ്റില്ല, ഉച്ച കിട്ടിയാലും കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്ന് ഈ മുട്ടത്തെ പരസ്യോഗത്തിന് നിൽക്കുമ്പോൾ പരസ്യവും നടത്തി ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോൾ പിന്നെ അറസ്റ്റുകാരനാണോ മറ്റു എന്താന്നില്ല, ചിരിക്കുന്നില്ല, പുള്ളി കാര്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, 1 മണിക്കൂറെ പ്രസംഗം. ഇന്ന് പരസ്യത്തിനകത്ത് 10 മിനിറ്റ്. ഞാൻ കേരളം മൊത്തം യാത്രകളാണ്, ഞാൻ 15 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കില്ല. പക്ഷെ പാസ് എന്ന പ്രസംഗം 3/4 മണിക്കൂർ പ്രസംഗം, തീർ പ്രസംഗമാണ്. അത് സാക്ഷിയും എല്ലാം കൂടെ കുറുമ്പോൾ 3/4 മണിക്കൂർ പോരാ. അപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഈ പറഞ്ഞ ആളെ. യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത് വന്ന് വെച്ച് കൈ തന്നു, സ്വന്തം വന്നു. അപ്പോഴാണ് എൻ്റെ ശ്വാസം കയറുന്നത്. കാരണം വിശ്വാസിയാണ് അപ്പോഴാണ് വന്നിട്ട്. ഇത് നിപ്പ് കണ്ടപ്പം നമ്മളെ തല്ലാനുള്ള നിൽപ്പതാണുള്ള ചിന്തയാണ്. ജോൺ സാറ്, അദ്ദേഹം ഇറിഗേഷൻ ജോലിക്കാരനാണ്. അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു എന്താ പരിപാടി, അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ചായ വാങ്ങിച്ചു വന്നു, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു, അവിടെ കിടക്കാമെന്ന് പറഞ്ഞ സ്ഥലം. ആ മുട്ടം സെൻറ്ററിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഇട സൈഡിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇതുണ്ട്, നമ്മുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു റൂമാണ് ഉള്ളത്. ഒരു റൂമും കയറി ചെല്ലുന്ന സ്ഥലമേ ഉള്ളൂ, ബാത്റൂം പറഞ്ഞുള്ളൂ, ഒരു സൗകര്യമുള്ളതല്ല. 2 പിള്ളേരും ആൻറ്റിയും ഉണ്ട്. ഞങ്ങളെ കൊണ്ട് ചെന്നു, ആ നടുവുള്ള ഉള്ള സൗകര്യം ഒക്കെ തന്നു. ഞങ്ങളെ അവിടെ അന്ന് വിശ്രമിക്കാൻ സമ്മതിച്ചു. ആഹാരമൊക്കെ രാത്രി ഉണ്ടാക്കി തന്നു ആ ആൻറ്റി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പുതിയ നിയമമുള്ളത്, ബൈബിൾ ഫുൾ ബൈബിൾ ഇല്ല എൻ്റെ കയ്യിൽ. 98-ലെ കാര്യം ഞാനീ പറയുന്നത്. അപ്പോൾ ഈ പുതിയ നിയമം ഒരാൾ ചോദിച്ചപ്പോൾ അന്ന് വൈകുന്നേരം പാസ്റ്റർ എൻ്റെ ഇത് വാങ്ങിച്ച് ആ ആൾക്ക് കൊടുത്തു, ഈ പരസ്യം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ പിന്നെ ബൈബിളും ഇല്ല. രാത്രി പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് വേദോസം വായിക്കുമ്പോൾ എനിക്ക് ബൈബിളില്ല. അപ്പോൾ എന്നോട് സാറ് ചോദിച്ചു എന്താ ബൈബിൾ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ന്യൂ ടെസ്റ്റ്മെൻ്റാണ് കൊണ്ടുവന്നത്, ഫുള്ളായിട്ടുള്ള ബൈബിള് വീട്ടിലുള്ള ചെറുതാണ് ഉള്ളത്, അത് ഞാൻ എടുത്തില്ല, ഇതാ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി പ്രാർത്ഥന ഞാൻ അവിടെ കിടന്ന് രാവിലത്തെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് രാവിലെ ഇറങ്ങുന്ന നേരത്ത് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഒരു ബൈബിൾ വാങ്ങിച്ച് ഈ സഹോദരന് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. മുട്ടത്ത് നിന്ന് കാഞ്ഞാറ് പോകുമ്പോൾ ആ വളമൊന്ന് തിരിയുമ്പോൾ ആ കെട്ടിടത്തിന് മുകളിൽ നിലയിൽ ബൈബിൾ വയ്ക്കുന്നൊരു കടയുണ്ട്, അവിടെ നിന്ന് ബൈബിൾ വാങ്ങിച്ചു തന്നു. അതാ ഇന്നും എൻ്റെ ഇരിക്കുന്നത്. 98-ൽ ജോൺ സാറ് വാങ്ങിച്ചു തന്ന ബൈബിളാണ്. 2 പ്രാവശ്യം ബൈൻഡി കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ആ ബൈബിളാണ്. ഇന്ന് വരെ ബൈബിൾ മാറിയിട്ടില്ല. ആ ബൈബിൾ ആദ്യമായിട്ട് ബൈബിൾ വാങ്ങിച്ചത് ജോൺ സാറാണ്. അതാ ഇന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് അവിടെ നിന്ന് വെച്ച് പറഞ്ഞു, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഒരു ചെറിയ മൈക്സെറ്റ് വാങ്ങിച്ച് വെച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശത്തെല്ലാം പരസ്യം നടത്തുന്നതായിട്ട് വാങ്ങിച്ചു തന്നു. അതെന്ന് പറഞ്ഞാൽ വാടക എടുത്തതെന്ന് വെച്ച് പറഞ്ഞു, ഉപയോഗിച്ചിട്ട് വൈകിട്ടൂടെ കിടക്കാൻ വരിക. അങ്ങനെ 3 ദിവസം അദ്ദേഹത്തിനൊപ്പം താമസിച്ച് ആ പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്ത് മടങ്ങിപ്പോയി. പിന്നെ സുവിശേഷ വേലയുടെ എന്തെങ്കിലും കട്ടപ്പാടും പട്ടിണി ഉണ്ടെന്ന് പറയാൻ, കാരണം പട്ടിണി നന്നായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ വയനാടൊക്കെ പോയ സമയത്ത് അവിടെ ചെന്ന് പിന്നെ ചെറ്റപ്പാലം എന്ന സ്ഥലത്ത് ചെന്ന് വെച്ച് തോൽപ്പട്ടിക്ക് പോവുക, ബസ് പോലും ഇല്ലാതെ നടന്നു പോവുക. പകുതി നടന്നപ്പോൾ ഞാൻ മടുത്തു, നടക്കാൻ പറ്റാതായി. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അടുത്ത ഒരു ആരാധനാലയമുള്ളത് കയറാമെന്ന് പറഞ്ഞു. നോക്കിയപ്പം ദീപ് ബന്ധുക്കോസ് മിഷൻ്റെ പ്രവർത്തനം. അവിടെ കയറി കഞ്ഞോളം ചോദിച്ചു. അവർ ക്യാഷാ കലക്കി തന്നെ. അത് ഞാൻ കുടിച്ചില്ല, പാസ് 2 ഗ്ലാസ് കുടിച്ചു, പ്രാർത്ഥിച്ചിറങ്ങി. പിന്നെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ റോട്ടിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട്, ബസ്സിനോ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു സഹോദരൻ്റെ ബുക്ക് കൊടുത്ത് 5 രൂപ ചോദിച്ചു. ഈ സഹോദരൻ നടക്കാൻ പറ്റില്ല, തോൽപ്പട്ടിക്ക് പോകാനാ, ഒരു 5 രൂപ തരണം. ഇത് പുസ്തകം ഇത്ര വിലയുള്ളതാണ്, അത്ര വേണ്ട, 5 രൂപ പറഞ്ഞു. ഉള്ളിൽ 5 രൂപ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 5 ഇല്ല, 10 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാര്യം ചെയ്തു, ബസ് വരുമ്പോൾ ബസ് ഞങ്ങൾ കയറാം. അപ്പോൾ നിങ്ങളെ കണ്ടക്കാരനോട് ഞങ്ങൾ ടിക്കറ്റ് കാശ് തിരിച്ചു വാങ്ങിച്ചു. ഞങ്ങൾക്ക് ടിക്കറ്റ് മാത്രം മതി. ഞങ്ങൾ വണ്ടിയുടെ പുറകെ കയറി, കണ്ടക്ടർ ഫ്രണ്ടിലാണല്ലോ. ഇദ്ദേഹം മറ്റേ ഡോർ ചെന്ന് വെച്ച് പറഞ്ഞു 2 തോൽപ്പെട്ടാണെന്ന് പറഞ്ഞു, 10 രൂപ കൊടുത്തു. അപ്പോൾ എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞു ആരെന്ന് ചോദിച്ചു. അവർ പുറകെ കയറുന്നത് ആ ബാക്കി അവരെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ പോയി. മറ്റേ പുള്ളി ഇങ്ങനെ കൈ വെച്ച് നിന്നു. 10 രൂപ പുള്ളിയുടെ പോയി. പുള്ളി കയറി നിൽക്കുക. ഞങ്ങൾക്കത് കാണാം, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി 4 രൂപ കിട്ടി, 6 രൂപ കിട്ടി. കാരണം 2 4 കൂട്ട് 6 രൂപ ഉണ്ട്. ഈ 6 രൂപ കൊണ്ട് തോൽപ്പെട്ടി ചെന്നിറങ്ങി. തോൽപ്പെട്ടി ചെന്നിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, ഈ കർണാടക ബോർഡറാണല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഈ മൂലവെട്ടി എന്ന് പറഞ്ഞ ചാരം കിട്ടുന്ന കാലം, അത് വാങ്ങിച്ച് കുടിച്ച് മരച്ചോട്ടിലെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഒരു മനുഷ്യനെ സുബോധമുള്ളതിനെ കാണാനിരുന്നേ.
അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ലോകം എന്ത് സ്ഥലമെന്നാണ് ചിന്തയാ. അവിടെ നിന്നു പാസ്റ്റർ പരസ്യവും അന്ന് മൈക്ക് കിട്ടിയില്ല, അവിടെ മൈക്കൊന്നും കിട്ടാനില്ല. പാസ്റ്റർ ഒച്ച നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ട്രാക്ട് കൊടുക്കും. ട്രാക്ട് ആരും വാങ്ങിക്കുന്നില്ല, കാരണം എല്ലാം കർണാക്കാരല്ല, ആർക്കും മനസ്സിലാക്കില്ലല്ലോ. ഈ ട്രാക്ട് കൊടുക്കുന്നു, ഇത് പലരും വാങ്ങിക്കുന്നു, പലരും കളയുന്നു, ഞാനിത് കൊടുക്കുന്നു. പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരു കർത്താവിന്റെ ദാസനെ ബുള്ളറ്റിൽ ഇങ്ങനെ പോവുക. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. പനക്കലെന്നോ പനക്കാലെന്നോ അങ്ങനെ വീട്ടിൽ വരും. വലിയ അറിയപ്പെടുന്ന ഒരാളാണ്, ഏജിയിലൊരു പാസ്റ്ററാണ്, അസംബ്ലി സോറിലെ പാസ്റ്ററാണ്. അദ്ദേഹം അവിടെ നിർത്തി എന്നോട് ചോദിച്ചു, എവിടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പരസ്യത്തിന് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്നു. ഈ പരസ്യവും കഴിഞ്ഞവിടെ നിന്നു. അദ്ദേഹം പരസ്യവും കഴിഞ്ഞ ശേഷം അങ്ങോട്ട് ചോദിച്ചു, വൈകിട്ട് അങ്ങോട്ട് പോയി എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു വൈകിട്ടെങ്ങും പോകാനില്ല, ഞങ്ങളിങ്ങനെ സഞ്ചാര സുവിശേഷമാണ് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടുന്ന് ഇത്ര അങ്ങോട്ട് നീങ്ങിയാൽ ഇന്നടുത്ത് വളവ്, ആ വളവ് ഞാൻ കാണുന്ന വീടിൻ്റെ വില, അവിടെ ചെല്ലും, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വിസിറ്റിങ്ങിന് പോയി. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2 പെൺപിള്ളേരാണ് പാസ്റ്ററുടെ. അവർ കഥ തുറന്നു ഞങ്ങളെ അകത്ത് കയറ്റി. ഇരുന്ന വഴിക്ക് താന്നു പോയി. ആദ്യമായിട്ട് അങ്ങനത്തെ കസാര ഇരിക്കുന്നത്. അപ്പോൾ കോഞ്ചക്കൊള്ള നൽകുന്ന കസാരയിൽ ഇരുന്നു. വെള്ളം നല്ല ജ്യൂസ് പോലത്തെ കിട്ടി, അത് കുടിച്ചു. ഞങ്ങൾ കുളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുളിച്ച് ഫ്രഷായപ്പോഴത്തേക്ക് പാസ്റ്റർ വിസിറ്റിംഗ് കഴിഞ്ഞ് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്ന് രാത്രി ചിക്കൻ കറി വെച്ച് രാത്രി ഞങ്ങൾക്ക് ആഹാരം തോന്നി. അങ്ങനെ അന്ന് രാത്രി ആഹാരം കഴിച്ചു. അപ്പോൾ ഈ പകൽ നടന്ന് വയ്യാണ്ടായി പൈപ്പോളം കുടിക്കാൻ നോക്കി. വടിനൊരു മാങ്ങ പറിക്കാൻ ഞാൻ ശ്രമിച്ചു, വിശപ്പുണ്ട്. ചെറ്റപ്പാലത്ത് അങ്ങോട്ട് തിരിയുമ്പോൾ ഏജി ചർച്ചുണ്ട്. ചെറ്റപ്പാലം വളവിൽ ഏജി ചർച്ചുണ്ട് താഴെ. അവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ പോകണം തോൽപ്പട്ടിക്ക്. കുറച്ചങ്ങ് നടന്ന് കയറി ചെല്ലുമ്പോൾ ആ വളവ് അങ്ങ് രണ്ടാമത്തെ വളവ് ചെല്ലുമ്പോൾ ഇതുപോലെ ഭയങ്കര മാവ് നിൽപ്പുണ്ട്. റോട്ടിലേക്ക് മാങ്ങാൻ നിൽക്കുക. റോട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു മാങ്ങ പറയട്ടെ, വിഷമ വയ്യാണ്ടായി. അപ്പോഴത്തേക്ക് 3 മണി കഴിഞ്ഞ സമയം പറ്റുന്നു. മാങ്ങ നമുക്ക് പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല, നമുക്ക് ചോദിക്കാൻ പാടില്ല. എന്നിട്ടും എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഭയങ്കര സംഘർഷങ്ങളും സങ്കടങ്ങളും വേദനകളും പാർശ്വവും ഉള്ള വിഷമമൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോഴായി വണ്ടി കയറി അവിടെ ചെല്ലുന്നത്. വൈകിട്ട് നല്ല ആഹാരം കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, സുവിശ പൗലോസിൻ്റെ എൻ്റെ ഒഫീഷ്യലിൻ്റെ മുന്നിൽ വീട്ടിലെ വിളിച്ച് സുവിശ, ഇതാണ് സുവിശേഷത. നമ്മൾ താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല, ഈ ദൈവം കരുതുന്ന ദൈവമാണ്. അങ്ങനെ എന്നെ കൊണ്ടു നടന്നത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായെന്ന് വെച്ചാൽ വിശ്വാസ ജീവിതം ഞാൻ പഠിച്ചു, വിശ്വാസത്താൽ ജീവിക്കാൻ ഞാൻ പഠിച്ചു. കർത്താവ് നടത്തുന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. ഇന്ന് എന്ത് പ്രതിസന്ധി നിന്നാലും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നുള്ള ധൈര്യം ഉറപ്പും ലഭിച്ചത് ആ സുവിശേഷ യാത്രയിലാണ്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഈ പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ പ്രാർത്ഥിച്ചിറങ്ങും. 2000 രൂപ തന്നു. 2000 രൂപ നോട്ട് ആദ്യമായിട്ട് ആ സുവിശേഷയുടെ പൈസ കാണുന്നത്. ഈ 2000 രൂപ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു 1000 എനിക്ക് തരും, 1000 രൂപ പുള്ളിക്ക്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അങ്ങനെ ചിന്തിക്കൂല, ഞാൻ ചിന്തിച്ചു. എൻ്റെ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ഇറങ്ങി ബസ് കയറി മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് ഓഫീസിൽ വെച്ച് വീട്ടിലെ ചെലവ് കാശിന് വേണ്ടി ഒരു 600 രൂപ അയച്ചു കൊടുത്തു. 600 രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. പോട്ട് 400 ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1400 ഉണ്ട്. അപ്പോൾ 700 കിട്ടും. പോട്ട് 500 തരും എന്ന് വിചാരിച്ചു. കാരണം എന്താ ചെയ്യുന്നറിയാമോ, അവിടെ നടന്ന് അങ്ങോട്ട് ചെന്നേച്ച് ആ ജംഗ്ഷൻ, ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മൈസെറ്റ് വന്നൊരു ചെറിയ കടയുണ്ട്. അവിടെ ചെന്നേച്ച് ഒരു പിള്ളേരോട്ട് 1400 അങ്ങോട്ട് കൊടുത്തു. മൊത്തം പൈസ കൊടുത്തേച്ച് പറഞ്ഞു, ഈ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഇന്ന് പകൽ എത്ര യാത്ര ചെയ്യാമോ അത്ര യാത്ര ചെയ്യണം, ഒരു വണ്ടിയും വേണം, 2 ബോക്സും വേണം, പരസ്യം നടത്താൻ. എനിക്ക് വന്ന അരിശവും ദേഷ്യവും സങ്കടവും കഴിച്ചിട്ട്, കാരണം ഞാൻ നോക്കിയേ ഈ കിട്ടിയ പൈസ മൊത്തം 600 രൂപ വീട്ടിലേക്ക് അയച്ചിട്ട് ബാക്കി 1500 രൂപയും ഒരു മത്സരത്തിനെ കൊടുത്തേച്ച് പറയുന്നു, ഞങ്ങൾക്ക് ഇന്ന് പരസ്യം നടത്തണം, ഒരു വണ്ടി വേണം, 2 ബോക്സും വേണം, എത്ര എവിടെ വരെ നടത്താൻ പറ്റും അത്ര ചെയ്താൽ മതി, ഇത് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ, അദ്ദേഹം ഈ പൈസ വാങ്ങിച്ചു, മൈസെറ്റും വെച്ച് കെട്ടി ഒരു വണ്ടി പോലെ നല്ലൊരു ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങളെ കൊണ്ട് പോയി. അന്ന് പകൽ മുഴുവനും എത്രത്തോളം യാത്ര, അത്രയും പ്രദേശങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് പരസ്യമൊക്കെ നടത്തി വൈകുന്നേരം ഈ ജംഗ്ഷനിൽ കൊണ്ടുവിട്ടേച്ച് പറഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇതേ ഉള്ളെന്ന് പറഞ്ഞു. ബാക്കി എൻ്റെ 200 രൂപ അങ്ങോട്ട് തിരിച്ചു തന്നു. 300 രൂപയുടെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് അന്ന് വൈകിട്ട് പരസ്യം കിടക്കാൻ സ്ഥലമില്ല. ഭക്ഷണം കഴിക്കാൻ ഈ പൈസ ഉണ്ട്, പക്ഷേ നന്നല്ലേ പുള്ളി ഭക്ഷണം കഴിക്കുള്ളൂ. 7 മണി 7 ഭക്ഷണം കിട്ടുന്ന ഭക്ഷണമില്ല. ആകെ വിഷമിച്ചു. അങ്ങനെ അവിടെ നിന്നു. ഞാൻ പാസ്റ്ററോട് കുറേ വിഷമമൊക്കെ പറഞ്ഞു. പാസ്സും അങ്ങനെ ഭാരമായി. ആഹാരം കഴിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം. ഇടർച്ച വെച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സുവിശേഷ വേലയാണ്. സുവിശേഷൻ ഇങ്ങനെ മനസ്സിലാകത്ത് ഇങ്ങനെ ഒരു ധാരണയും ചിന്തയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തിരിച്ച് നാട്ടിൽ പോകുന്നത്. അങ്ങനെ മാനന്തവാടിയിൽ നിന്ന് തിരിച്ചു വരിക. ആ വരുന്ന വഴി തൃശ്ശൂർ വന്നപ്പോൾ വണ്ടിക്കൂലി കാഴ്ച കഴിഞ്ഞു. പിന്നെ പൈസ ഇല്ല, വണ്ടിക്കൂലി തീർന്നു. KSRTC സ്റ്റാൻഡിൽ വന്നു തൃശ്ശൂർ. അവിടെ വന്നിരിക്കുക.
98 കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ എങ്ങോട്ട് പോകും, ആരും എന്ത് ഒരു രക്ഷയില്ല. ഇവിടെ ആകെ അറിയാവുന്നത് പാസ്റ്റർ സുരേഷ് റാബി എന്ന് പറഞ്ഞൊരു ദൈവദാസനെ അറിയാം. തിരുവനന്തപുരക്കാരനാണ്, മിസ്ബയില് പഠിച്ച ഒരാളാണ്. കട്ടപ്പന നമ്മുടെ ബ്രാഞ്ച് ചർച്ചിലൊക്കെ പുള്ളി മീറ്റിംഗ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്പറുണ്ട്. ആ നമ്പർ വിളിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ₹1 കോയിനിട്ട് KSR സ്റ്റാൻഡ്, തൃശ്ശൂർ KSR സ്റ്റാൻഡിൽ നിന്ന് ₹1 കോയിനിട്ടിട്ട് വിളിക്കുക. വിളിച്ച് കിട്ടുന്നത് മിസ്ബ ബൈബിൾ കോളേജിലേക്കാണ്. പുള്ളിയുടെ നമ്പർ അവിടുത്തെ നമ്പറാണ്. പുള്ളിക്ക് സ്വന്തം വീടും കൂടുമൊന്നുമില്ല, നാക്കട്ടൊന്നുമില്ല, അപ്പച്ചനും അമ്മ ഇല്ലാത്ത മനുഷ്യനാണ്, അങ്ങനെ വളർന്ന ഒരാളാണ്. അപ്പോൾ ആ മിസ്ബയിലെ വിദ്യാർത്ഥികളാണ് പോകുന്നത്. ആരെ എന്താണെന്ന് ചോദിച്ചു. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല, അദ്ദേഹം ഇവിടെ അടുത്തൊരു മീറ്റിങ്ങിൽ പോയിരിക്കുന്നു പറഞ്ഞു. ആ സ്ഥലം പറഞ്ഞു തന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഈ ഉള്ള ചില്ലറ പൈസ കൊടുത്ത് കാളത്തോട് എന്ന സ്ഥലത്ത് ഇറങ്ങി ബെന്നി എന്ന് പറയുന്ന ഷണ്ണിച്ചാൻ്റെ വീട്ടിലെ പ്രാർത്ഥന. ബെന്നിച്ചാനും ഷണ്ണി രണ്ടുമില്ല. അതിൽ ഈ സണ്ണിച്ചാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീടിനകത്ത് പ്രയർ നടക്കുക. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങൾ പുറത്തിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഗസ്റ്റാണെന്നറിഞ്ഞ് സുരേഷാവി പ്രസംഗം കഴിഞ്ഞാൽ വരും, ഇരിക്കാൻ പറഞ്ഞു. ഒരു നേന്ത്രക്ക പുഴുങ്ങിയതും അതുപോലെ മുട്ട പുഴുങ്ങി തന്നു. ഞങ്ങളത് കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ സുരേഷാവി പാസ്റ്റർ മീറ്റിംഗ് ഇറങ്ങി വന്നു. ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ പാസ്റ്റർ നോക്കിയപ്പോൾ ആകെപ്പാടെ 50 രൂപ 70 രൂപ അങ്ങനെ ഉള്ളൂ. 50 രൂപ ഞങ്ങൾക്ക് തന്നു ഈ സുരേഷാവി. എന്നിട്ട് അവിടുന്ന് അത് വാങ്ങിച്ച് നേരെ തിരിച്ച് വീണ്ടും KSR സ്റ്റാൻഡിൽ വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. ഈ യാത്ര ചെയ്യുന്നതല്ലേ. ഞാൻ ആ KSR സ്റ്റാൻഡിലുള്ള അന്ന് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമുണ്ട്, അതിലിരുന്ന് മയങ്ങി. എൻ്റെ ഇരിപ്പും ഭാവം കണ്ട് പാസ്റ്റർ സങ്കടമായി. പാസ്റ്റർ അപ്പോഴും ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം പാസ്റ്ററെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ കുറേ നേരം ഒന്ന് കറങ്ങുന്നല്ലോ, നിങ്ങൾക്ക് ഇവിടെ പോകാൻ എന്താ സംഭവം, എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പാസ്റ്റർ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം 200 രൂപ വണ്ടിക്കൂലിക്ക് ഞങ്ങൾ തരിക. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇത് വിൽക്കാൻ പാടില്ലാത്തതാണ്, വിലയ്ക്ക് വിൽക്കാൻ പാടില്ല എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരു വിശ്വാസത്തിന് വേണ്ടി പുസ്തകം ഞാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഉറപ്പും വേണ്ട, പുസ്തകവും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും കാലത്ത് വരുന്നത് തന്നില്ലേയും കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ആ സഹോദരൻ 200 രൂപ, മുസ്ലിമായ സഹോദരൻ, ക്യാൻ നടത്തുന്ന ഒരാൾ, കോഴിക്കോട് വരുന്ന ഒരു കാക്കാനാണ്. അദ്ദേഹം 200 രൂപ തന്നു. പാസ്റ്റർ നിർബന്ധപൂർവ്വം ഈ പുസ്തകം കൊടുത്ത് ഈ പൈസ വാങ്ങിച്ച് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചു ചെല്ലുകയാണ്. അങ്ങനെ ഈ യാത്രകളിൽ എത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു ചേരുന്നത്? 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം വീട്ടിൽ തിരിച്ചെത്തി. അവിടെ ചെന്ന് അന്ന് വെള്ളിയാഴ്ച അവിടെ ചെന്നു, വെള്ളിയാഴ്ച വൈകിട്ട് ചെന്നു. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച സഭായോഗത്തിനകത്ത് പാസ് പറഞ്ഞിങ്ങനെ മീറ്റിങ്ങിന് പോയി. സിവിച്ചിനിങ്ങനെ പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ ചിന്ത വന്നു. അങ്ങനെ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഇടർച്ചയാവുന്ന കരുതി ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ്, അറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ചർച്ചിൻ്റെ അകത്ത് ആൾക്കാർ കഴിച്ച് എനിക്ക് ദൈവമേ, സുവിശേഷകരുടെ ഭാഗത്ത് ദ്രവ്യാഗ്രഹമില്ലാതെ അല്ലെങ്കിൽ മറ്റ് അക്ഷരങ്ങളില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നെ പരസ്യമായിട്ട് സ്വാഗതം ചോദിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നത് പോലെ ഓർക്കുന്നു. ദൈവം അങ്ങനെയുള്ള ഒരു ഹൃദയം തന്നു. ആ ഒരു ചിന്ത ദൈവം എന്നെ എടുത്തു കളഞ്ഞു. അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പരസ്യയോഗത്തിൻ്റെ അകത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഈ IPC ആയിട്ട് ചേർന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? IPC സെൻറ്ററിൽ ഈ പറഞ്ഞ ഊരകത്ത് സഭയോട് ചേർന്നു, അല്ലെങ്കിൽ ആ സഭയുടെ ശുശ്രൂഷകരായി വന്നപ്പോൾ കുടുംബമാണല്ലോ. ആ സമയത്തൊക്കെ ഒരു ശുശ്രൂഷകന് ജീവിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ആ സഭ തരുമായിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പുത്തൂരും അതുപോലെ തന്നെയായിരുന്നു. ഇതുവരെയും സുവിശേഷ വേലയിൽ ആ നിലയിൽ, അതായത് സഭാചാരത്തിൽ കയറി ഇങ്ങോട്ട് ശേഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കുഞ്ഞുങ്ങളുടെ ചികിത്സാർത്ഥവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവം അത് നികത്തിയിട്ടുമുണ്ട്. സുവിശേഷ വേലയിൽ അങ്ങനെ പറയത്തക്ക നിലയിലുള്ള ആ നിലയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ അനുവദിച്ചിട്ടില്ല. ഇരുന്ന സഭകളൊക്കെ ആ നിലകളിൽ ഞങ്ങളെ ആ നിലയിൽ കരുതിയിട്ടുണ്ട് കർത്താവിൻ്റെ കൃപയാൽ. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായോ? അതെ. അപ്പം ഇപ്പോൾ പാസ്റ്റർ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വാഹനം ഇവിടെ ഉണ്ട്, അതിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്, എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ? ഇപ്പോൾ ഈ സെൻട്രലിൽ ഈ സഭയുടെ ചാർജായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കോവിഡ് കാലത്ത് പരസ്യവുമായിരുന്നു എൻ്റെ ആദ്യകാല സമയം, ഞാൻ പറഞ്ഞല്ലോ ഭാഷ കൂടെ. പിന്നീട് കാലത്ത് സഭാചാരത്തിൽ കയറിയപ്പോൾ സഭയോട് ബന്ധപ്പെട്ട് സഭയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച് പ്രവർത്തന മേഖലകളിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പരസ്യങ്ങളുണ്ട്, പക്ഷെ
അങ്ങനെ വലിയ എന്തല്ല പരസ്യത്തിന് മാത്രമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. സഭാമനുഷ്യരുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു പോകുന്ന കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2020 21 ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ കുര്യാക്കോസ് പാസ്റ്റർ കട്ടപ്പന നിന്ന് കോവിഡിന്റെ കാലത്ത് നമ്മുടെ വീട്ടിൽ വന്നു. അത് പുള്ളി വരുന്നത് മലബാറിലേക്ക് പോവുകയാണ്. മലബാറിലെ 5 ജില്ലയിൽ 2 പരസ്യം വെച്ച് നടത്തി തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ കോവിഡിന്റെ സമയത്ത് ഒരാൾ പുറത്തിറങ്ങാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല, വീട്ടിലുള്ള കയറ്റാൻ പാടില്ല. സ്വന്തം അച്ഛൻ പോലും വന്നാൽ വീട്ടിൽ കയറ്റാൻ വേണ്ടിയുള്ള കാലത്താണ് അദ്ദേഹം വരുന്നു പറയുന്നത്. പുള്ളിയും കുര്യാക്കോസ് പാസ്റ്ററും അമ്മാമ്മയും പാസ്റ്ററുടെ മോടെ 2 കുഞ്ഞുങ്ങളുമായിട്ട് 4 പേരുടെ ടീമായിട്ട് ഇവർ വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്ന് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ കൊമ്പഴയ്ക്കപ്പുറത്തൊരു സ്ഥലത്ത് പരസ്യവും നടത്തിച്ച് അന്ന് വൈകുന്നേരം ഇവർ മലബാറിന് പോവുക. മലബാറിന് പോയിട്ട് തിരിച്ചും വന്ന് വീട്ടിൽ വന്ന് കയറി കിടന്നിട്ട് പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു. കട്ടപ്പനയിൽ നിന്നൊരാൾ ഇത്രയും പ്രശ്നത്തിൽ സഹിച്ച് ഇത്രയും ഇടങ്ങളിൽ പരസ്യം നടത്തി പോയിട്ട് വരുമ്പോൾ യൗവനക്കാരനായി നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് നീ ഇങ്ങനെ ഒടുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും ഒരു ചിന്തയും ഒരു ഭാരവും എന്നെ അലട്ടി. അങ്ങനെ ഞാൻ മുടിക്കോട് എന്ന ശുശ്രൂഷിക്കുന്ന കാലത്താണ്. മുടിക്കോട് സഭയിൽ ഇത് നടക്കുന്നത് ഒക്ടോബറിലാണ്. നവംബർ ആ ദിവസങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ ഞാൻ ചർച്ചിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു. ജനുവരി മാസം മുതൽ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു യാത്രയിൽ, അതായത് ഒറ്റ പോക്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 മാക്സിമം 3 ദിവസം 25 പരസ്യവും നടത്തും എന്നൊരു തീരുമാനം ചർച്ചിൽ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2022 ജനുവരി മാസം എൻ്റെ കൂടെ PAP-ലൊക്കെ വർക്ക് ചെയ്ത ഒരു സുബീഷും അതുപോലെ കർണാദാസൻ തോമസ് വാസും ആയിട്ട് സുബീഷിൻ്റെ ഒരു എനിക്ക് വണ്ടി ഉണ്ടെന്ന് ചെറിയ ബോക്സും ഉണ്ട് എങ്കിലും അന്ന് ചെറിയ വണ്ടിയായിട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ് ആദ്യത്തെ യാത്ര. ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് അറിയാവുന്ന എല്ലാവരും വിളിച്ചു, പലരും താമസിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയമായപ്പോൾ പലരും കൈവിട്ടു. കാരണം വെച്ചാൽ അവിടെ 2 പേരെ ടെസ്റ്റ് ചെയ്താൽ ഒരാൾക്ക് കോവിഡാണ്, പുറത്തുനിന്ന് ഒരാൾ കയറാൻ പാടില്ല ജില്ലയിൽ. അങ്ങനെ സമയത്താണ് ഞാൻ ഈ സുബീഷും നമ്മുടെ തോമസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിനായാലും മറ്റൊന്നാണ് ഞങ്ങൾ 3 പേരും കൂടെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളോട് പലരും വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരരുത്, കാര്യം സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ അക്കോമഡേഷൻ ചെയ്യാൻ പറ്റുകയില്ല, കാരണം വന്നെന്നറിഞ്ഞാൽ ആരോഗ്യപ്രവർത്തകർ വരും, പ്രശ്നമാണ് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നേരിട്ടു. ദൈവം തന്ന നിയോഗമല്ലേ പോകാമെന്ന് വിചാരിച്ചു. കൊല്ലം ജില്ല കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറിയപ്പോൾ മൈക്ക് വെച്ച് പരസ്യവും ആരംഭിച്ചു. കാര്യമായിട്ട് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ എന്തായാലും ആട്ടെ എൻ്റെ കൂടെയുള്ള ചിന്തക്കാരാണ്. അങ്ങനെ 4-5 എത്തിയപ്പോൾ 12 പരസ്യവും കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നത് അദ്ദേഹം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഞാൻ വിളിച്ചു, ഞാൻ IPCയുടെ ഭാഗത്താണല്ലോ. അദ്ദേഹം വന്നു. അവിടെ ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ചു തന്ന് പെട്രോളിക്കുള്ള കാശും അമിച്ചൊരു സ്വോത്രകാഴ്ചയും തന്നിച്ച് പറഞ്ഞു ഇവിടെ വിശ്രമിക്കണേ, നമ്മുടെ ചർച്ചയിൽ വിശ്രമിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, വലിയ തുറ ചർച്ച കൂടില്ലേ പാസ്റ്റർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ എന്നോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ വലിയ തുറ ചർച്ച കൂടുതൽ പ്രായമുള്ള കർത്താദാസനാണ്. ആ പാസ്റ്റർ കൊച്ചമ്മയും ഞങ്ങളെ സ്വീകരിച്ചു, അവിടെ വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഞാൻ കർത്താദാസൻ പരിശോധന നന്മയും തന്നു, ആഹാരവും തന്നു, എല്ലാ സജ്ജീകരണവും തന്നു. അവിടെ നിന്ന് ഇറങ്ങി IPCയുടെ അന്ന് ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റാണ്, അന്ന് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. KC തോമസ് പാസ്റ്ററെ വിളിച്ചു. അവിടെ ചെന്നു. ഒരു കുറേയേറെ ട്രാക്റ്റുകൾ, അതായത് പുസ്തകങ്ങളും ട്രാക്റ്റുകൾ നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായി തന്നു. അതെ, ഞങ്ങൾക്ക് യാത്രയ്ക്കുള്ളൊരു ക്രമീകരണവും സാമ്പത്തികമായ നന്മയും അദ്ദേഹം തന്നു. അവിടുന്ന് ജനുവരി തിരിച്ചു വന്നു. ഫെബ്രുവരി പിന്നെ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. അപ്പം 1 മാസം തിരുവനന്തപുരം, പിറ്റേ മാസം കാസർഗോഡ്, പിറ്റേ മാസം കൊല്ലം, പിറ്റേ മാസം കണ്ണൂർ, ഇങ്ങനെയാണ്. അപ്പോൾ തീരുമാനമായി ആ ഒരു വർഷം ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ 2 പേരെ ഞാൻ 2 പേരെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. പിറ്റേ മാസം മുതൽ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. എന്നോട് കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പലരും ദൈവം ഒരുക്കി. സഹോദരന്മാർ പലരും വന്നു. അങ്ങനെ ഒരു ടീം പോലെ ആയി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു 3 ദിവസം കൊണ്ട് 25 പരസ്യവും അതിന് കൂടുതൽ നടത്തി. പക്ഷേ ഭംഗിയായിട്ട് നടന്നു. ആ വർഷം അത് തീർത്തു. ഞാൻ ആ പ്രോഗ്രാം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം 1 വർഷത്തെ കാര്യം കഴിഞ്ഞു. പക്ഷേ എൻ്റെ കൂടെയുള്ള ദേവദാസന്മാർ സമ്മതിക്കില്ല. പാസ്റ്റർ ഇത് ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ചെയ്ത് പാസ്റ്റർ ധൈര്യമായിട്ട് മുന്നോട്ട് ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിറ്റേ വർഷം ആരംഭിച്ചു. അത് പിന്നെ ഒരു റെഗുലറായി ആരംഭിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെയുള്ള യാത്രയായി. ഓരോ മാസം അങ്ങനെ അടുപ്പിച്ചേൽപ്പിച്ച് ആ വർഷവും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നിർത്തിയേക്കാം.
പിറ്റേ വർഷം നമ്മുടെ സഹോദരന്മാരെ സമ്മതിക്കുകയില്ല, കൂടെ ഉള്ളവർ. അവർ പറഞ്ഞത് നമുക്കിത് തുടരാം, ഇതാ നമ്മുടെ മിനിസ്ട്രി, നമുക്ക് ചെയ്യണം. അങ്ങനെ അവരുടെ ഒരു താല്പര്യവും ദൈവം നിയോഗപ്രകാരം ഇപ്പോൾ തുറന്നു. ഒരു മാസം ഒരു ജില്ലയിൽ 3 ദിവസം ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തുന്നു. ഒരു പൈസയും ഒരു ചർച്ചയും വാങ്ങിക്കുകയില്ല, ഒന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. ആ ലോക്കൽ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിക്കുന്നല്ലാതെ ഒരു ഭാരവും ഒരു സഭയ്ക്കും വരുത്താതെ കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പല ആവർത്തി യാത്ര ചെയ്തു. ഒരു സ്ഥലത്തേക്ക് പോയെടുത്ത് പിന്നെ പോവുകയില്ല, വേറെ വഴിക്ക് യാത്ര ചെയ്ത് പോകുന്നു. ഇന്ന് അനവധി ബന്ധങ്ങളും ഒത്തിരി നല്ല പ്രാർത്ഥനാ സഹകാരികളും സുവിശേഷീകരണത്തിന് ഒരുപാട് നല്ല തൽപരരായ മനുഷ്യരെ ദൈവം എനിക്ക് തന്നു. നമ്മുടെ കൂടെ ഒരു പഴയനൂർ രായിച്ചാനുണ്ട്, ഒരു മുടിക്കോട് രായിച്ചാനുണ്ട്, പുത്തൂർ രായിച്ചാനുണ്ട്, ഒരു പോലീസ് സർക്കിളായിട്ട് SI ആയിട്ട് പെൻഷനായ ഒരു യോഹനാൻ സാറുണ്ട്, ഊമരയിലുള്ള ഒരു ജെയിംസ് പാസുണ്ട്, ഈ ചർച്ചിലുള്ള ആൻഡ്രൂസ് സാർ വന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മണ്ണുത്തി പ്രവർത്തിക്കുന്ന താമസം പാവ TV സുരേഷുണ്ട്, മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന താമസം പാസ് ബിനു ഉണ്ട്, കുന്നംകുളത്തെ IPC സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും സുവിശേഷാത്മാവുള്ള പാസ് വിനോദ് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. എരുമേലി ഭാഗത്തു നിന്ന് അങ്ങോട്ട് ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പരസ്യങ്ങളിൽ സംബന്ധിക്കാനായിട്ട് സഹകരിക്കുന്ന ഒരു ബിനോയ് പാസുണ്ട്, ഒരു അനീഷ് പാസുണ്ട്, അച്ചമുഞ്ഞ് പാസുണ്ട്. ഇങ്ങനെ പെരുവനത്തിൽ അതുപോലെ സഹകരണമുണ്ട്. ഒരു പൈസ പോലും പ്രതിഫലിച്ചില്ലാതെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമായ ആൾക്കാരായി പറഞ്ഞ ആൾക്കാരല്ല. ഇവരുടെ നന്മ, അവർ കിട്ടുന്ന നന്മ ഈ പ്രവർത്തനം ഇങ്ങോട്ട് തരുന്നതല്ലാതെ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്ത് ചെയ്യുന്നതല്ല. ഇതിന് സ്പോൺസർമാരില്ല, ഒഴുകുന്ന പിരിവില്ല. ഇതുവരെ ഒരു സ്ഥലത്തു നിന്നും റെഗുലറായിട്ട് ഒരു സംഭാവനയോ ഒരു സഹായവും ഇല്ല. ഈ സഹോദരന്മാർ അധ്വാനിക്കുന്ന നന്മ സുവിശേഷത്തിന് വേണ്ടി തന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. കർത്താവ് എനിക്ക് നല്ലൊരു വാങ്ങൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന, ചെറിയ മുറ്റത്തുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇനി അത് വിശാലമാക്കണം, സൗകര്യങ്ങൾ വേണം. ഒത്തിരി ഇടങ്ങളിൽ ആളുകൾ ഈ നിലകൾ ആവശ്യപ്പെടുന്നു. നമുക്ക് സഭാ മിനിസ്ട്രികൾ ഉള്ളതുകൊണ്ട്, നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തുടർമാനമായിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ മാസത്തിൽ 3 ദിവസം നമ്മൾ കണ്ടെത്തി ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി എന്തെങ്കിലും പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പാസ്റ്റർക്ക് പറയാം. പൊതുജനം ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ സുവിശേഷകരോട് എന്താണ് പാസ്റ്റർക്ക് ഒരു സന്ദേശം പറയാനായിട്ട്? ഞാൻ എല്ലാ കാലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സുവിശേഷകന്റെ ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അനുബന്ധമായിട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സാക്ഷിയാകുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായ സമൃദ്ധമായ ഒരു പ്രവർത്തനത്തിൽ സഭയാണെങ്കിലും നല്ല നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രവർത്തനം നന്നായിക്കൊണ്ട് പോകുന്നു. കുടുംബജീവിതം അതിനേക്കാൾ നല്ലത്. ശുശ്രൂഷപരമായ കാര്യങ്ങളൊക്കെ എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടും ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയുള്ള കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പണമുള്ള ആ കാര്യങ്ങൾ എന്നോടൊപ്പം സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഭാപ്രവർത്തനങ്ങൾക്കകത്ത് ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് നടുവിൽ ക്ഷണിച്ചു പോകാതെ നമ്മളെ നിർത്തി അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തി മുന്നോട്ട് വരാൻ കർത്താവിലേക്ക് തന്ന ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാൻ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൻ്റെ വേല ദൈവം നിന്ന കാലത്തിനനുസരിച്ച് ആരോഗ്യമുള്ള സമയത്ത്, അവസരമുള്ള സമയത്ത് നന്നായിട്ട് ചെയ്യുക. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഇരുട്ട് കർത്താവ് പറഞ്ഞത് വരുന്ന കാലം അടുക്കുന്നു. നമുക്കുള്ളത്രയും സമയം കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമൽ കൊടുക്കാം. എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഇതിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും പരസ്യങ്ങളോ പ്രവർത്തനങ്ങളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഒരു പൈസ മുടക്കാതെ നിങ്ങളുടെ ദേശത്ത് വന്ന് പരസ്യവും നടത്താനോ മുറ്റത്ത് കൺവെൻഷനോ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സഹകരിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ താല്പര്യരാണ്. ഒരു ബുദ്ധിമുട്ടും സഭകൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സമീപിച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ ശ്രമിക്കണം. സിയോൺ ഗോസ്പൽ മിനിസ്ട്രി തൃശ്ശൂർ എന്ന പേരിലാണ് ഈ പ്രവർത്തനം. അത് നമ്മുടെ സഹോദരന്മാരുടെ പേരാണ്. അങ്ങനെ ആ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഈ പ്രോഗ്രാമിലൂടെ ഈ ഒരു മാധ്യമത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ദേവദാസന്മാരെ, സഹോദരങ്ങളെയും പ്രിയരൊക്കെ ഇങ്ങനെ പരിചയപ്പെടാനും സംസാരിക്കാനും കിട്ടിയ അവസരം വലിയ പദവിയായിട്ട് കാണുന്നു. ഈ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനീ പറഞ്ഞ വാക്കുകളും സാക്ഷ്യങ്ങളും കേൾക്കുന്നവർക്ക് അത് ആത്മീയ വർധനവിലും ദൈവത്തെ അറിയാത്ത ആരെങ്കിലുമൊക്കെ പലരും കേൾക്കുന്നവരാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അല്ലാതെ ലോകത്തിൽ രക്ഷിതാവില്ല. യേശുവിലൂടെ ലഭിക്കുന്ന ഈ രക്ഷ കരഗതമാക്കി സന്തോഷകരമായി ഞങ്ങളൊക്കെ ജീവിക്കുന്ന പോലെ ആശ്വാസവും സന്തോഷമുള്ള ക്രിസ്തു നയിക്കാനായിട്ട് എൻ്റെ കേൾവിക്കാരായി പ്രിയപ്പെട്ടവർക്ക്
ദൈവം അവസരം നൽകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സാജു തോമസ് പാസ്റ്ററോടും പ്രവർത്തകരോടും നിങ്ങളെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.